ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ചിക്കനും കപ്പയും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവിന് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇതിൽ പ്രധാനം. അത് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത് ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും മല്ലി ഇലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. 250 ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണിത്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിൽ നമ്മൾ കപ്പ ഉപ്പ് ഇട്ട് നല്ലോണം വേവിച്ചെടുത്ത് നല്ലോണം ഉടച്ചെടുത്തതാണ്. അത് നമുക്കിതിൽ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അതിന് ചെറിയ ചൂടൊന്ന് കുറഞ്ഞിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കയ്യിൽ ഒരു ഓയിൽ ഒന്ന് പിടിപ്പിച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ നമ്മളെ ഉന്നക്കായൻ്റെ ആ രൂപത്തിലാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അങ്ങനെയാക്കി നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ഓരോരോ ഉരുളകളാക്കിയിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മൈദ കലക്കിയിട്ട് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കരിഞ്ഞു പോവും, അല്ലാണ്ട് ഹൈയിൽ ഇട്ട് കൊടുത്താൽ. രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലോണം പൊരിച്ചെടുക്കണം. നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ബാക്കിയുള്ളതും കൂടി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നല്ലോണം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ കപ്പ ക്രോക്ക് എന്ന പേര് പോലെ തന്നെ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.